ഹൈ കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ ലിവിങ് റൂം കേർട്ടൻസ് ഒന്ന് ചേഞ്ച് ചെയ്തിടേണ്ട ടൈമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്രാവശ്യം എന്തായാലും ഡെക്കോർ ഡയറി ബൈ മിനിഷ എന്ന് അവരുടെ എറണാകുളം സ്റ്റോറിൽ പോയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാമെന്ന്. ഞാൻ സാധാരണ ഇവിടെ നിന്നാണ് കുഷൻ കവേഴ്സും ടേബിൾ റണ്ണേഴ്സും ബെഡ്ഷീറ്റ്സ് എല്ലാം വാങ്ങിക്കാറുള്ളത്. എൻ്റെ ഒരു ഫേവററ്റ് സ്റ്റോറും കൂടിയാണ്. അപ്പോൾ അവിടെ പോകുമ്പം അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. എനിക്ക് ഡെക്കോർ ഡയറിയിലെ മെയിൻ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. എക്സലൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ റേഞ്ചിലും കിട്ടും. പൊതുവേ നമ്മൾ വിചാരിക്കുക ഇതൊക്കെ ഭയങ്കര പ്രൈസി ആയിരിക്കുന്നു. ഇവിടെ വിലയുള്ള ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ളതും ഉണ്ട്. രണ്ട് രീതിയിലും അവർ നല്ലൊരു ബാലൻസ് ആയിട്ട് തന്നെയാണ് ഇത് കൊണ്ടുപോകണതെന്നാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്. ഇതെല്ലാം 6 സീറ്റേഴ്സും 8 സീറ്റേഴ്സും വരുന്ന ടേബിൾ റണ്ണേഴ്സാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്, 1000 എബവ് ഒക്കെ പോകുന്നുണ്ട്. നമുക്ക് ഫങ്ഷൻസ് ഒക്കെ വരുമ്പം ഇത് യൂസ് ചെയ്യാം. നല്ലൊരു എലഗൻറ്റ് ലുക്കായിരിക്കും കിട്ടുക. ഇത് കുറേ കൂടി അഫോർഡബിൾ റേഞ്ചിലുള്ള റണ്ണേഴ്സാണ്. ഞാൻ ഈ ഒരു കാറ്റഗറിയാണ് ഇപ്രാവശ്യം വാങ്ങിയത് കേട്ടോ. 200 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റി ഇടാനായിട്ട് ഇത് ബെസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾ കേർട്ടൻസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കുഷൻ കവേഴ്സും റണ്ണേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. ടിഷ്യൂ ബോക്സ് ഹോൾഡേഴ്സിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവർക്കുണ്ട്. പിന്നെ എൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു സ്റ്റോറിൽ പോകുമ്പം ചിലപ്പോൾ എനിക്ക് ഒരു കുഷൻ കവർ അല്ലെങ്കിൽ ഒരു റണ്ണറൊക്കെ ആയിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അതിന് മാച്ചിങ് നോക്കാണ്ട് ഞാനത് അങ്ങോട്ട് വാങ്ങിക്കും. അങ്ങനെ നമ്മൾ വാങ്ങിച്ച് നമുക്കൊരു നല്ലൊരു കളക്ഷനായി കഴിയുമ്പം നമുക്കതൊരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഇടുമ്പം ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. മുകളിൽ എംബ്രോയിഡറിയും താഴോട്ട് പ്ലെയിൻ ആയിട്ട് വരുന്ന നല്ല തിക്ക് ഫാബ്രിക്കിലുള്ള കേർട്ടൻസാണിത്. പിന്നെ ഇത് ഇവരുടെ ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന കേർട്ടൻസും. ഏത് കേർട്ടൻ ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത്. ലെഫ്റ്റ് എടുക്കണോ റൈറ്റ് എടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കുന്നത്. ഞാൻ ഏതാ എടുത്തതെന്നുള്ളത് വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് മോള് തൊട്ട് താഴെ വരെ ഫുൾ ഇങ്ങനെ ഷിയർ കേർട്ടനിൽ എംബ്രോയിഡറി വരുന്നതാണ്. ഓഫ് വൈറ്റിലാണ്. എൻ്റെ കയ്യിൽ ഉള്ളത് നല്ല വൈറ്റ് ഷിയർ കേർട്ടനാണ്. അത് മുകളിൽ മാത്രം എംബ്രോയിഡറിയും ലേസ് വർക്കും വരുന്നതാണ്. അത് ഞാൻ ഹോം ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള പാലയിലുള്ളൊരു സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഓർത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഓഫ് വൈറ്റിലും കുറച്ചും കൂടി എംബ്രോയിഡറി ഉള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ടിഷ്യൂ ബോക്സ് കവർ വാങ്ങിച്ചു. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. പിന്നെ കോഫി ടേബിളും ഡൈനിങ് ടേബിളിനൊക്കെ സൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള ടേബിൾ റണ്ണേഴ്സും വാങ്ങിയിട്ടുണ്ട്. ഇവർ കാണിച്ച ടേബിൾ റണ്ണേഴ്സ് എല്ലാം 200 റുപ്പീസ് ആയിരുന്നു. പക്ഷേ ഇത് ഇച്ചിരിയും കൂടി എക്സ്പെൻസീവ് ആണ്. ജൂട്ട് മെറ്റീരിയലിൽ വരണയാണ്. കുറച്ച് നല്ല കോട്ടൺ കുഷൻ കവേഴ്സും വാങ്ങിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞോളം തന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. എല്ലാം പെർഫെക്റ്റ്ലി മാച്ചിങ് ആവണമെന്നൊന്നുമില്ല, പക്ഷേ ഇത് സ്റ്റൈൽ ചെയ്യുന്ന ടൈമിൽ ഞാൻ ആ വീഡിയോസ് എല്ലാം തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഇത് ഞാൻ നേരത്തെ ജൂട്ടിൻ്റെ ഒരു റണ്ണർ കാണിച്ചില്ലേ, അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കുഷൻ കവറാണ്. ഇതൊരു ഓഫ് വൈറ്റും ബേജ് ഷെയ്ഡിൽ വരുന്ന കട്ട് വർക്കിലുള്ള ഒരു റണ്ണറാണ്. ഇത് ഹോം ആൻഡ് കമ്പനി പാലായിലുള്ള ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റണ്ണറാണ്. ഇതൊരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിൽ വരുന്ന ഒരു എസെൻഷ്യൽ ഓയിൽ ഹോൾഡറാണ്. നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണല്ലോ ബ്ലൂ ആൻഡ് വൈറ്റ്. ഇതിൽ
ക്യാൻഡിൽ കത്തിച്ച് പിന്നെ ആ ക്യൂട്ടായിട്ടുള്ള ടീപോട്ടിൽ കുറച്ച് വെള്ളവും ഫേവററ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിലും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മളിത് കത്തിക്കുകയാണെങ്കിൽ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും റൂമിൽ ഉണ്ടാവുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ചില്ലി ചിക്കനും എഗ് ഫ്രൈഡ് റൈസും പിന്നെ ഒരു സമ്മർ സാലഡുമാണ് ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് മെനു. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കുറച്ച് ജിഞ്ചർ, ഗാർലിക്, കുറച്ച് ചുവന്നുള്ളി, ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് വിനീഗർ, കുറച്ച് സോയ സോസും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിൽ നിന്നും 1.5 ടീസ്പൂണോളം മാരിനേഷൻ നമുക്ക് പിന്നീട് ചില്ലി ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സോട്ടേ ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള പേസ്റ്റ് എല്ലാം നമുക്ക് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് കോൺഫ്ലവറും ഉപ്പും പെപ്പർ പൗഡറും ചേർക്കാം. ഒരു ഹാഫ് ആൻ അവറെങ്കിലും മാരിനേറ്റ് ചെയ്യാനാക്കി മാറ്റി വയ്ക്കാം. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഓയിൽ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഓർഗനൈസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കെന്തോ അത് അത്ര ഭംഗി തോന്നില്ല, ഒന്നും മാച്ചായി പോകത്തോളം ഒരു ഭയങ്കര ഒരു പ്ലാസ്റ്റിക്കി ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ നെസ്റ്റേഷ്യയിൽ നിന്ന് ഒരു വുഡൻ ക്രേറ്റ് ഓർഡർ ചെയ്തു. ഇതൊരു റത്താൻ മോഡലിൽ വരുന്നതാണ്. ഇതിപ്പോൾ ഭയങ്കര ഒരു ട്രെൻഡാണല്ലോ ഈ ഒരു മോഡൽ. നമ്മൾക്ക് ഫേർണിച്ചേഴ്സൊക്കെ ഇതിലിപ്പോൾ ഭയങ്കര ട്രെൻഡ്, ഇതൊക്കെ പണ്ടേ ഉള്ളത് തന്നെയായിരുന്നു, പക്ഷെ അതിപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് വരികയല്ലേ. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല എസ്തെറ്റിക്കലി കുറച്ചും കൂടെ ബെറ്ററായിട്ടും നന്നായിട്ട് ഇൻറ്റീരിയറായിട്ടും ബ്ലെൻഡായി പോകുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്കിഷ്ടമായത്? മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കുറച്ച് സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഡിഷസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിലാണ് ഫ്രൈഡ് റൈസിനും ചില്ലി ചിക്കൻ സോട്ടേ ചെയ്യാനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചില്ലി ചിക്കൻ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പം നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കഴിയുമ്പം നമ്മൾ ക്യൂബായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന റെഡ് അനിയൻസും പിന്നെ ക്യാപ്സിക്കം, ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കവും യെല്ലോ ക്യാപ്സിക്കവും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഗ്രീൻ ചില്ലീസും കൂടെ ഇട്ട് നന്നായിട്ട് സോട്ടേ ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് കോൺഫ്ലവറും വെള്ളം കൂടെ മിക്സ് ചെയ്തത് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഫ്രൈഡ് റൈസിലോട്ടും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഓയിൽ തന്നെയാണ് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലോട്ട് ഗാർലിക് ഇട്ട് സോട്ടേ ചെയ്യുക. അതിൻ്റെ പുറകെ നമുക്ക് കുറച്ച് ഒണിയൻസും ക്യാരറ്റ്, ബീൻസ് ഇത്രയും കാര്യങ്ങൾ ചേർക്കാം. കുറച്ച് ക്യാപ്സിക്കം ചേർക്കാം, സെലറി ഉണ്ടെങ്കിൽ അതും ചേർക്കാം, സ്പ്രിംഗ് ഒണിയൻസ് ചേർക്കാം. ഇതെല്ലാം ചെറുതായി ചോപ്പ് ചെയ്തതാണ്. അതൊന്ന് നന്നായി സോട്ടേ ചെയ്ത് അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് സോയ സോസ്, വളരെ കുറച്ച് സോയ സോസ് മാത്രം ചേർക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് 2 എഗ്ഗ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസിന് ഞാൻ ജീരകശാല റൈസാണ് കുക്ക് ചെയ്ത് കൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ജീരകശാല റൈസ് ചേർക്കുമ്പോൾ ഫ്രൈഡ് റൈസിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും.
പിന്നെ ഏറ്റവും ലാസ്റ്റിൽ ഞാൻ കുറച്ച് സെസമി ഓയിലും പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ചുകൂടി സ്പ്രിംഗ് അണിയൻസും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട്. Eu já cansei de te chamar pra tu sair de casa, mas você só continua com essa enrolação. Já cansei de te chamar pra tu sair de casa, você só continua com essa enrolação. Eu já limpei e arrumei o que você pediu. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇന്നത്തെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.